ഓക്കെ, ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് രണ്ട് തരമുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ഉണ്ട്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 4 തരത്തിലാണുള്ളത്. ആദ്യത്തേത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, മൂന്നാമത്തേത് ഓപ്പറേറ്റിംഗ് റേഷ്യോ. രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, മൂന്നാമത്തേത് ഓപ്പറേറ്റിംഗ് റേഷ്യോ, നാലാമത്തേത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നോക്കണം. ഓക്കെ, സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്നും ഇത് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു നെറ്റ് സെയിൽസ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്സ്. നെറ്റ് സെയിൽസ് മീൻസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? ഒരു സാധനം വിൽക്കാനായിട്ട് വന്ന എല്ലാ ചെലവുകളും, അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് വരും, ഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഓക്കെ, ഈ വക കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അത് മൈനസ് ചെയ്യും. അപ്പോൾ നമ്മളത് സോൾവൻസി റേഷ്യോസിൽ കണ്ടിട്ടുണ്ട് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നെറ്റ് സെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന് ഒരു സ്റ്റാൻഡേർഡ് നോം ഇല്ല, ഒരു സ്റ്റാൻഡേർഡ് നമ്പർ പറയാനില്ല. അത് ഓരോ ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ന നമ്പർ കിട്ടിയാൽ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ബെറ്റർ എന്നുള്ളത് നമുക്ക് പെട്ടെന്നും പറയാൻ സാധിക്കില്ല. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഓർ ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർ EBIT. EBIT മീൻസ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻട്രസ്റ്റ് സ്ഥാപനം കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ടാക്സും, ഇത് രണ്ടും കിഴിക്കുന്നതിന് മുൻപായിട്ട്, ഇത് രണ്ടും കുറയ്ക്കുന്നതിന് മുൻപായിട്ട് വരുന്ന പ്രോഫിറ്റ്. ഏർണിംഗ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ല, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അതിനെ നെറ്റ് സെയിൽസ് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക, ഇതിൽ നിന്ന് നെറ്റ് സെയിൽസ് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ, പ്രത്യേകിച്ചും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ നമ്മൾ അതിനെ പെർസെൻറ്റേജിലാണ് കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എന്തൊക്കെയാണ്? അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇൻക്ലൂഡിംഗ് ഡിപ്രിസിയേഷൻ ഓൺ അസറ്റ്സ്. ഇതൊക്കെ ആണെന്ത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിപ്രിസിയേഷൻ ഓൺ അസറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. രണ്ടും കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ്. രണ്ടും എന്താണെന്ന് വെച്ചാൽ ഒന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഒന്നിനെ സഹായിക്കുന്ന റേഷ്യോസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണണമെന്നുണ്ടെങ്കിൽ 100ൽ നിന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഓക്കെ, നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആവട്ടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആവട്ടെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആവട്ടെ, ഇതൊക്കെ എന്താണ് നമ്മൾ പെർസെൻറ്റേജിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 65% ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടിയതെങ്കിൽ 35% എന്ത് വരും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വരും. അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോന് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കിട്ടണമെങ്കിൽ 100ൽ നിന്ന്
അടുത്തതായിട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് മാർജിൻ ആണ്. ഓക്കെ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇവിടെ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ ടാക്സും കൂടി കിഴിച്ചിട്ട് വരുന്ന അവസാന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ. അടുത്തത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി. മൊത്തം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് പറയാൻ പോകുന്നത്. All ratios discussed above may be used for interpreting operating profitability. If gross profit ratio is very high, say 40%, but net profit ratio is low, say 5%, it indicates incidence of high operating expense and non-operating expense. Okay. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാനില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോസ്റ്റ് റേഷ്യോസ്, മറ്റ് കോസ്റ്റ് റേഷ്യോസ് കുറച്ചും കൂടി ഒന്ന് നമ്മൾ കുറച്ച് പോയിന്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റ് കോസ്റ്റ് റേഷ്യോസ്. മെറ്റീരിയൽ കോസ്റ്റ് ടു നെറ്റ് സെയിൽസ് റേഷ്യോ, ലേബർ കോസ്റ്റ് ടു നെറ്റ് സെയിൽസ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ് റേഷ്യോ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു നെറ്റ് സെയിൽസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ മറ്റ് കോസ്റ്റ് റേഷ്യോസ് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാലും ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. ശ്രദ്ധിക്കുക. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, ഓൾ ഓപ്പറേറ്റിംഗ് റേഷ്യോസ് നീഡ് ടു ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 3,25,000 ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് ക്ലിയർ ആയിട്ട് നമ്മളെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തിട്ടുണ്ട്. 3,25,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. നെറ്റ് സെയിൽസ് മാത്രമേ ഉള്ളൂ, സെയിൽസ് റിട്ടേൺ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുത്തിരിക്കുന്ന 5 lakhും നെറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ഇൻറ്റു 100. സോ ദ റേഷ്യോ വിൽ ബി 65%. ഓക്കെ, പെർസെൻറ്റിലാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണേണ്ടത്. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ എന്ന് പറഞ്ഞത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. നമുക്ക് നെറ്റ് സെയിൽസ് എത്രയാണെന്ന് അറിയാം. നെറ്റ് സെയിൽസ് 5 lakh. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ നെറ്റ് സെയിൽസ് കണ്ടതാണ്. അപ്പോൾ അതന്നെയാണ് ഇവിടെ വരുന്നത്, 5 lakh തന്നെയാണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണണം. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര ഉള്ളത് നമുക്ക്? ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 3,25,000. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത് 3,25,000 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ 35,000 rupees ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ 25,000 rupees ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 60,000 വരും. ഓക്കെ, അപ്പോൾ 2,65,000 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു 2,65,000 ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100, വിച്ച് വിൽ ബി 53%. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്. ഓക്കെ, നെറ്റ് സെയിൽസ് എത്രയാണ്? 5 lakh ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ സെയിൽസിൽ നിന്ന്, നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് ഉള്ളത് 5 lakh ആണ്, മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത് 3,65,000
25,000. ഓക്കെ, അപ്പോൾ 1,75,000 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വിൽ ബി, അപ്പോൾ എത്രയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 1,75,000 ആണ്. ആഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ്? 35,000ഉം 25,000ഉം എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2,35,000 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് നമുക്കറിയാം എത്രയാണ്? 5 lakh ആണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ വിൽ ബി, ഓക്കെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ വിൽ ബി 5 lakh divided by 2,35,000 into 100. ഓക്കെ, അപ്പോൾ എത്ര വരുന്നതെന്ന് വെച്ചാൽ 47% ആണ് വരുന്നത്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിന് മുൻപ് കണ്ട ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 53% ആണ്. അപ്പോൾ 100ൽ നിന്ന് 53 കുറച്ച് എത്ര വരും? 47 വരും. ആ റേഷ്യോ ആണ് അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ വന്നത്. ഓക്കെ, അതേപോലെ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ 47 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 100ൽ നിന്ന് 47 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 53 കിട്ടും. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ അവസാന റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എത്രയാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, നമ്മളെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തിരിക്കുന്നത് 2,40,000 ആണ്. നെറ്റ് സെയിൽസ് വന്നിരിക്കുന്നത് 5 lakh ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ വരുന്നത് 48% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ കണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് കാണാനുള്ളത്.